ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതുതായി ഒപ്പിട്ട വ്യാപാര കരാറിനെ ചൊല്ലി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. കരാറിലെ അവ്യക്തതകളും ആശങ്കകളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ എംപിയും കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാരും നോട്ടീസ് നൽകിയിട്ടുണ്ട്. എംപിമാരുടെ സസ്പെൻഷനിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയും തടസ്സപ്പെടുത്തുമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചാണ്. ഇൻഡോ അമേരിക്കൻ കരാർ, അതുപോലെ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് നമ്മുടെ താരിഫ് വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചൈനയുടെ ഇൻഡോ ചൈന അതിർത്തിയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേക ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടാണ്. പ്രധാനമന്ത്രി തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത ഒരു സഭയിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രി മാത്രം സംസാരിക്കുന്നത്? തീർച്ചയായും ഞങ്ങളതിന് കാരണം 8 ലോക്സഭാ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ കക്ഷികൾ നേതാക്കന്മാരെയും പ്രസംഗിക്കാൻ രാഷ്ട്രപതിയുടെ പ്രസക്തിമേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രം പ്രസംഗിക്കാൻ എന്താണ് പ്രിവിലേജ്? അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പി ആർ സുനിൽ, ഇന്നും ഇൻഡോ US കരാറിലും ഈസ്റ്റേൺ ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റം നരവനയുടെ പുസ്തകവും ഒക്കെ ലോക്സഭയിൽ വലിയ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കുമോ? ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനാണോ സാഹചര്യം? പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ലേ ഇന്ന് പ്രതിപക്ഷം? അരുൺ, ഇപ്പോൾ 2 സഭകളിലും പ്രതിപക്ഷാംഗങ്ങൾ കൂട്ടമായി തന്നെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ ഏതാണ്ട് എല്ലാ എംപിമാരും ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇതോടൊപ്പമാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ലോക്സഭയിൽ മറുപടി പറയും എന്ന് പറയുന്നത്. ആ ചർച്ച ലോക്സഭയിൽ നടന്നിട്ടേയില്ല. മിനിഞ്ഞാന്നാണ് ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു ആദ്യം സംസാരിക്കേണ്ടിയിരുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യ ചൈന വിഷയത്തിലെ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചത് ഭരണപക്ഷം തടഞ്ഞു. പിന്നീട് ലോക്സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. ഇന്നലെ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചർച്ച ആരംഭിച്ചപ്പോഴും രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തി തന്നെയായിരുന്നു ഭരണപക്ഷം മുന്നോട്ട് പോയത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും പിന്നീട് ലോക്സഭയിൽ നടന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ലോക്സഭ ബിസിനസ് പരിശോധിക്കുമ്പോൾ വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി പറയുമെന്നാണ്. അപ്പോൾ നടക്കാത്ത ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ മറുപടി പറയും എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത സഭയിൽ എങ്ങനെ പ്രധാനമന്ത്രി സംസാരിക്കും എന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുകയാണ്. അതുകൊണ്ട് വലിയ പ്രതിഷേധ കാഴ്ച ലോക്സഭ കാണാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തും എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്, കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം. അപ്പോൾ ഈ 2 വിഷയങ്ങളിലും ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തിളച്ചുമറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർലമെന്റ് കവാടത്തിലും വലിയ പ്രതിഷേധ പരിപാടികൾ ഇന്ന് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 10:30 മണിക്ക് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണ നടക്കും. എംപിമാരെ 8 പ്രതിപക്ഷ എംപിമാരെ, കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാകും ആ ധർണ. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ച പാർലമെന്റിന് പുറത്തും അകത്തുമൊക്കെ കാണാം. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭ സ്തംഭിച്ചതുപോലെ ആയിരിക്കില്ല. ലോക്സഭ ശക്തമായ പ്രതിഷേധത്തിൽ നിന്നും സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒരുപക്ഷെ പ്രതിപക്ഷം തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്.